ഓം ദശരഥയ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. രാമ 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 ശ്രീരാമ രാമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതിയേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ശ്രീ ആഞ്ജനേയായ നമ. ഓം നമ ശിവായ ശിവയേ നമ. ഓം നമോ നാരായണായ നമ. ഓം സീതാവല്ലഭായ നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ ഗണപതയേ നമ. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവ ആത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന രാമായണ പാരായണത്തിലേക്ക് ഭക്തിയാദരങ്ങളോടെ ഈ രാമായണ പുണ്യമാസത്തിലേക്ക് സ്വാഗതം. അധ്യാത്മ രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തത് ലക്ഷ്മണ സാന്ത്വനമായിരുന്നു, അതായത് ലക്ഷ്മണോപദേശം. അതിന്റെ സാരാംശം ഇപ്രകാരമാണ്. ഓം കുഞ്ഞെ ലക്ഷ്മണ, നീ മത്സരബുദ്ധി വെടിഞ്ഞ് ഞാൻ പറയുന്നത് കേൾക്കൂ. ഭഗവാൻ പറയുകയാണ്, നിന്റെ തത്വം ഞാൻ മുൻപേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. എന്നോട് നിനക്കുള്ളതുപോലെ സ്നേഹം മറ്റാർക്കുമില്ല. നിനക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ല. എങ്കിലും ഇത് കേൾക്കൂ. ഈ കാണുന്ന രാജ്യവും ലോകവും ശരീരവും ധനധാന്യാദികളും എല്ലാം സത്യമാണെങ്കിൽ നിന്റെ പ്രയത്നം ശരിയാണ്. അല്ലെങ്കിലോ പിന്നെ ഇതുകൊണ്ട് എന്ത് ഫലം? ലൗകിക സുഖങ്ങളെല്ലാം മിന്നൽ പോലെ മറയുന്നവയാണ്, നശ്വരങ്ങളാണ്. ആയുസ്സും വേഗത്തിൽ നശിക്കുമെന്ന് നീ അറിയണം. ചുട്ടുപഴുത്ത ഇരുമ്പ് പാളിയിൽ വീണ നീർത്തുള്ളി പോലെ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് മനുഷ്യജന്മം. പാമ്പിന്റെ വായ്ക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഇര തേടാനായി വായ പൊളിക്കുന്നത് പോലെ കാലനാകുന്ന സർപ്പത്തിന്റെ വായ്ക്കുള്ളിൽ പെട്ടിരിക്കുന്ന ജീവികൾ, അതായത് മനുഷ്യർ, ചഞ്ചലമായ മനസ്സോടെ സുഖാനുഭൂതികൾ തേടുന്നു. പുത്രന്മാർ, മിത്രങ്ങൾ, ഭാര്യ, സമ്പത്ത് ഇവയോടൊക്കെ ചേർന്നുള്ള ജീവിതം അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. നടന്നു തളർന്നു വരുന്ന യാത്രക്കാർ വഴിയമ്പലത്തിൽ ഒത്തുകൂടിയിട്ട് പിരിഞ്ഞു പോകുന്ന പോലെയും നദിയിൽ തടികൾ ഒഴുകി വരുന്നത് പോലെയും
ഗാർഹിക ബന്ധങ്ങൾ വളരെ ചഞ്ചലമാണ്. ഐശ്വര്യം മനുഷ്യർക്ക് സ്ഥിരമായിരിക്കില്ല. ഐശ്വര്യം മനുഷ്യർക്ക് സ്ഥിരമായിരിക്കാറില്ല. യൗവനം എക്കാലത്തേക്കും നിലനിൽക്കുകയുമില്ല. ഭാര്യാസുഖം വെറും സ്വപ്നം പോലെയാണ്. ആയുസ് അല്പകാലത്തേക്കേ ഉള്ളൂ എന്നത് കൂടി ചിന്തിക്കുക. രാഗദേശാദികളുള്ള ഈ ലൗകിക ജീവിതം ആകെ കൂടി ചിന്തിച്ചാൽ സ്വപ്നം പോലെ തന്നെ. ഗന്ധർവ നഗരം പോലെ മായാമയമായ ഈ ജീവിതത്തിൽ നിത്യവും മുഴുകി പോകുന്നത് മൂഢന്മാരാണ്. സൂര്യൻ ഉദിക്കുന്നു, താമസിയാതെ അസ്തമിക്കുന്നു. ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും വീണ്ടും സൂര്യൻ ഉദിക്കുകയായി. കാലം ഇങ്ങനെ കടന്നു പോകുന്നതും ബുദ്ധിഭ്രമം ബാധിച്ച ജീവികൾ ആരും അറിയുന്നതേയില്ല. മായയാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യർ ആയുസ് പോകുന്നത് അറിയുന്നതേയില്ല. ജരാനരകൾ ബാധിച്ച വാർദ്ധക്യത്തിലും പെരുത്ത മുഖത്തോടെ ചിലർ മരിക്കുന്നു. ഭൗതിക പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും മായയുടെ വൈഭവം അറിയുന്നില്ല. ഇപ്പോൾ പകലാണ്, പിന്നാലെ രാത്രി വരും, അത് കഴിഞ്ഞാൽ വീണ്ടും പകലാവും എന്നിങ്ങനെ വിചാരിക്കുന്ന മൂഢന്മാർ ദൈവഗതി ഒട്ടും അറിയാതെ കാലസ്വരൂപനായ ഈശ്വരന്റെ ലീലാവിശേഷങ്ങൾ അറിയാത്തത് കൊണ്ട് പച്ച മൺകുടത്തിൽ നിറച്ചു വെച്ച വെള്ളം പോലെ ആയുസ് നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കുന്നതേയില്ല. ഏത് വ്യക്തിയായാലും അയാളുടെ ദേഹത്തെ രോഗങ്ങളാക്കുന്ന ശത്രുക്കൾ ആക്രമിച്ച് നശിപ്പിക്കും. ഏത് വ്യക്തിയായാലും അയാളുടെ ദേഹത്തെ രോഗങ്ങളാകുന്ന ശത്രുക്കൾ ആക്രമിച്ച് നശിപ്പിക്കും. ജര ഒരു പെൺകടുവ എന്ന പോലെ ശരീരത്തെ ആക്രമിക്കും. മരണം എപ്പോഴും തക്കം നോക്കി മനുഷ്യന്റെ ഉള്ളിൽ തന്നെ വസിക്കുന്നു. ശരീരമുള്ളത് കൊണ്ട് ഊറ്റം കൊള്ളുന്ന ജീവികൾ ജീവിത വ്യാമോഹങ്ങളോടെ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണെന്നൊക്കെ ചിന്തിച്ച് അഹങ്കരിച്ചിരിക്കുമ്പോൾ ഈ ശരീരം ജന്തുക്കൾക്ക് ഭക്ഷണമായി തീർന്നേക്കാം. ചിലപ്പോൾ ദഹിച്ച് ചാമ്പലായി പോയേക്കാം. അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടന്ന് പുഴുക്കളായി പോയേക്കാം. അതുകൊണ്ട് ഈ ശരീരത്തെ കരുതി ഊറ്റം കൊള്ളുന്നത് നന്നല്ല. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരം തൊലി, മാംസം, രക്തം, അസ്ഥി, മലം, മൂത്രം, ശുക്ലം ഇവയുടെ ചേരുവയാണ്. മായാമയമായി രൂപാന്തരം പ്രാപിക്കുന്നതാണിത്. ഈ ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനത്താൽ ഉണ്ടായ മോഹം കൊണ്ടാണ് ലക്ഷ്മണ നീ ലോകത്തെ ദഹിപ്പിക്കാൻ മനസ്സിൽ കരുതിയത്. അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. ദേഹത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവർക്ക് കോപം കൊണ്ടാണ് സകല ദോഷങ്ങളും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഈ ദേഹമാണ് ഞാൻ എന്ന ചിന്ത മനുഷ്യർക്ക് മോഹത്തെ ജനിപ്പിക്കുന്ന അവിദ്യയാകുന്നു. ഞാൻ ശരീരമല്ല, ആത്മാവാണ് എന്ന ബോധം മോഹത്തെ ഇല്ലാതാക്കുന്ന വിദ്യയാണ്. ഈ സംസാരം അവിദ്യയുടെ സൃഷ്ടിയാണ്. വിദ്യ സംസാരത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏകാഗ്രമായ ചിത്തത്തോടെ വിദ്യ നേടണം. അവിടെ കാമം, ക്രോധം, ലോഭം, മോഹം മുതലായ ശത്രുക്കൾ ഉണ്ടെന്നറിയണം. അവയിൽ മുക്തിക്ക് തടസ്സമുണ്ടാക്കാൻ ഏറ്റവും ശക്തിയുള്ളത് ക്രോധമാണെന്ന് മനസ്സിലാക്കുക. മാതാവ്, പിതാവ്, സഹോദരൻ, സുഹൃത്ത്, സഖി എന്നിവരെ കൂടി ക്രോധത്താൽ മനുഷ്യനെ വധിക്കുന്നു. ക്രോധം മനോദുഃഖത്തിന് വക നൽകുന്നു. മനുഷ്യർക്ക് ലൗകിക ബന്ധനമുണ്ടാക്കുന്നത് ക്രോധമാണ്. കർമ്മങ്ങൾക്ക് ഹാനി ഉണ്ടാക്കുന്നതും ക്രോധമാണ്. ആകയാൽ വിദ്വാൻമാർ ക്രോധത്തെ പാടെ ഉപേക്ഷിക്കണം. ക്രോധമാണ് കാലനാകുന്നത്. തൃഷ്ണ വൈതരണി നദിയാകുന്നു. സംതൃപ്തി നന്ദനോദ്യാനമാണ്. മനഃശാന്തി കാമധേനുവാകുന്നു. അതുകൊണ്ട് നീ ശാന്തി നേടൂ. ഒരു വിധത്തിലും നിനക്ക് ദുഃഖമുണ്ടാകുകയില്ല. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ബുദ്ധി എന്നിവയ്ക്ക് മീതെ നിൽക്കുന്നതാണ് ആത്മാവ്. സ്വയം പ്രകാശനും ആനന്ദപൂർണനും നിർഭയനും നിർവികാരനും സർവജഗന്മയനും സർവത്തിനുമായി നീ കേട്ടുകൊള്ളൂ. സുഖവും ദുഃഖവുമായ പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചേ പറ്റൂ. ആരായാലും ശരി, സുഖവും ദുഃഖവുമായ പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചേ പറ്റൂ. കർമ്മേന്ദ്രങ്ങൾ കൊണ്ട് കർത്തവ്യങ്ങൾ എല്ലാം അനുഷ്ഠിക്കുക. ഒന്നിലും ആസക്തിയില്ലാതെ
കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ പരമാത്മാവിൽ സമർപ്പിച്ച കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിർമ്മലമായ ആത്മാവിനോട് കർമ്മങ്ങൾക്ക് ബന്ധമുണ്ടാകുകയില്ല. അഭിമാനം ഉപേക്ഷിച്ച് ആനന്ദത്തോടെ മായാമോഹങ്ങളെ മനസ്സിൽ നിന്ന് കളയണം. മാനമാണ് എല്ലാ ആപത്തുകൾക്കും കാരണം. ലക്ഷ്മണനോട് ഇങ്ങനെ അരുളി ചെയ്തിട്ട് ശ്രീരാമൻ കൗസല്യ മാതാവിനോട് പറഞ്ഞു, അമ്മേ, സന്തോഷത്തോടെ അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം, വിഷാദിക്കരുത്. ആത്മാവിനെ അറിയാത്തവർ ചെയ്യുന്നത് പോലെ ആത്മാവിനെ പീഡിപ്പിക്കരുത്. സകല ലോകങ്ങളിലും വസിക്കുന്ന ജനങ്ങളെല്ലാം എപ്പോഴും ഒരുമിച്ച് ജീവിക്കുക സാധ്യമല്ലല്ലോ. അമ്മയ്ക്കു കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. 14 വർഷം വനത്തിൽ പാർത്തിട്ട് ഞാൻ വേഗം തിരിച്ചു വരാം. ദുഃഖം കളഞ്ഞ് തെളിഞ്ഞ മനസ്സോടെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. അച്ഛന്റെ ആഗ്രഹം അറിഞ്ഞിട്ട് അത് തന്നെ സ്വന്തം ആഗ്രഹമെന്ന് അമ്മ കരുതണം. സ്ത്രീകൾക്ക് ഭർത്താവിന്റെ പ്രവൃത്തികളെ അനുകരിക്കലാണ് പാതിവൃത്യനിഷ്ഠ. അമ്മ സന്തോഷപൂർവം അനുവദിച്ചാൽ എനിക്ക് ലേശവും ദുഃഖമില്ല. അമ്മയുടെ മനസ്സ് സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വനവാസം സുഖകരമായിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ പാദങ്ങളുടെ അടുക്കൽ ശ്രീരാമൻ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. അമ്മ പ്രീതിയോടെ മകനെ പിടിച്ച് മടിയിരുത്തി ശിരസിൽ കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ആശീർവാദങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ദേവകളോട് യോജിച്ചു. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവ, പുരുഷോത്തമനായ വിഷ്ണു, ഗൗരീപദേ മഹാദേവ, ഇന്ദ്ര ദിക്പാലകന്മാരെ, ദുഃഖനാശിനിയായ ദുർഗാദേവി, എന്റെ മകൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബോധമില്ലാതെ ഉറങ്ങുമ്പോഴും നിങ്ങൾ സന്തോഷപൂർവ്വം സംരക്ഷിക്കുവൻ. ഇങ്ങനെ ദേവന്മാരോട് പ്രാർത്ഥിച്ചിട്ട് കണ്ണീരടക്കിക്കൊണ്ട് രാമനെ മുറുകെ പുണർന്നു. 14 വർഷം വനത്തിൽ വസിച്ചിട്ട് അടുത്തു വരികെന്ന് കൗസല്യ അനുവാദം നൽകി. അപ്പോൾ തന്നെ ശ്രീരാമനെ നമസ്കരിച്ചിട്ട് ലക്ഷ്മണൻ തൊണ്ടയിടർച്ചയോടെ പറഞ്ഞു, അങ്ങ് അരുളി ചെയ്ത് കേട്ടിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം തീർന്നു. അങ്ങയുടെ പാദസേവയ്ക്കായി അടിയനും കൂടി വിട കൊള്ളുകയാണ്. സന്തോഷത്തോടെ അനുവദിക്കണം. ദയാനിധേ രാമചന്ദ്ര, ഇക്കാര്യം അങ്ങ് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും. ഇത് കേട്ട് എങ്കിൽ നീ കൂടി പോന്നുകൊള്ളൂ എന്ന് രാമദേവൻ അനുവാദം നൽകി. ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്മണോപദേശത്തിന്റെ സാരാംശം. ഇനി ബാക്കി ഭാഗം തുടർന്ന് പാരായണം ചെയ്യാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകി ദേവിയെ മൻപോടരുന്തതിക്കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു, നന്നായി അനുഗ്രഹവും ചെയ്തു തനയനു. പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിടവിയേ. അതായത് അമ്മ പറയുകയാണ്, ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ചുകൊണ്ട് പിരിയാതെ നീ എപ്പോഴും കൂടെ നടന്നുകൊള്ളണം. രാമനെ നീ ദശരഥൻ എന്ന് കരുതിക്കൊള്ളണം. സീതാദേവിയെ നിന്റെ മാതാവായ ഞാനാണെന്ന് കരുതണം. വനത്തെ അയോധ്യയാണെന്നും വിചാരിച്ചു കൊള്ളണം. ഈ വിചാരത്തോടെ സുഖമായി നീ പോയി വരിക. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ,
പിന്നെ അയോധ്യയൊന്നോർത്തിയിടവിയെ മായാവീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂകലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാകന്ത കഷ്ടം പശ്യ പശ്യ, കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ടക നിമ്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്ത മൃദുതര സ്നിഗ്ധ പാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേതുലോ. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്തരിലാർക്കുമില്ലെന്നലിയോളവും. ഇന്നിതു തോന്നുവാൻ എന്തോരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകയപുത്രയ്ക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ. പോകുന്നിതു വനത്തിന് ഭരതനും വാഴ്ന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടൂരനന്തരം വാമദേവൻ പുരവാസികൾ നമ്മോട് സാമോദമേവ മരുൾ ചെയ്തിതന്നേരം. നമസ്തേ. അയോധ്യാഖണ്ഡത്തിൽ അടുത്ത ഭാഗം രാമസീതാ തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ട് ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേ വരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായത് അനന്തൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ പര. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമാ സൃഷ്ടിത്വ സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവു സദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാദോനിധി മദനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ.
ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നും കൃഷ്ടിയായി തേറ്റമിൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനുമാകുമീ രാഘവൻ. നിർഹ്രാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപുതൻ ഭക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി കൊണ്ട് അർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോണ്ട് അവൾ തന്നെ പുത്രനായി ഇന്ദ്ര അനുജനായി പിറന്നതിഭക്തനായൊരു മഹാബലിയോട് ചെന്നർത്ഥിച്ചു. മൂന്നടിയാക്കി ജഗത്രയം സത്തരം വാങ്ങി മരുത്തോനു നൽകിയ ഭക്തപ്രിയനാം ത്രിവക്രനും ഇവൻ. ധാത്രീ സുരദേശികളാ ജനിച്ചോരു ധാത്രീ പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാപരനായി പിറന്നീടിനാൻ. രാത്രിഞ്ചര കുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആ ജനജൻ പരമാത്മാപരാപരൻ വേദനല്ലാതെ വേദാന്ത വേദൻപരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന് ദേവഗീതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം മന്ദരയല്ല കൈകേകിയെല്ലാരും ഭ്രമിക്കാക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയ കാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാന്യ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനെന്ന് വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായാരുമേ രാമ രാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമ രാമേതി ജപിക്കുന്ന മർക്കിനു മൃത്യു ഭയാദികളൊന്നുമേ. സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖ സൗഗാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗണാത്മാ രഘുസത്തമൻ ന്യൂനാതിരേക വിഹീനൻ നിരഞ്ജനനാനന്ദപൂർണനാനന്ദനാകുലൻ. ന്യൂനാതിരേക വിഹീനൻ നിരഞ്ജനനാനന്ദപൂർണനാനന്ദനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. പന്തിരഥാഭിഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പന്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ. ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമഭിഷയം ഈ വണ്ണമരുൾ ചെയ്തു. വാമദേവൻ വിരമിച്ചൂരനന്തരം വാമദേവ ഭജനാമൃതം സേവിച്ചു. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേ വരും. രാമസീതാരഹസ്യം മുഹൂരീദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം
രാമദേവങ്കലുറച്ചൊരു ഭക്തിയും ആമയ നാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശ്യം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നതു പൗരജനങ്ങൾക്കു താപസ ശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. നമസ്തേ. അടുത്ത ഭാഗം വനയാത്ര തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏകശ്ലോകി രാമായണം. പൂർവം രാമതപോവനാധിഗമനം ഗത്വാ മൃഗം കാഞ്ചനം വൈദേകീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹരണം സമുദ്രതരണം ലങ്കാപുരിദാഗനം പശ്ചാന്താപണ കുംഭകർണഗണനം ഏതത്തി രാമായണം. മംഗളാരതി. രാമചന്ദ്രായ ജനകരാജാമനോഹരായ മാമകാഭീഷ്ടദായ മഹിതമംഗളം. രാമചന്ദ്രായ ജനകരാജാമനോഹരായ മാമകാഭീഷ്ടദായ മഹിതമംഗളം. ചാരുകുങ്കുമോപേതചന്ദനാനുചർച്ചിതായ ഹാരകടകശോഭിതായ ഭാനുമംഗളം. വിമലരൂപായ വിവിധ വേദാന്തവേദ്യായ സുജനചിത്തകാമിതായ ശുഭദമംഗളം. രാമഗാധ മൃദുല ഹൃദയ സാമരസനിവാസായ സ്വാമി ഭദ്രഗിരിവരായ സർവമംഗളം. രാമചന്ദ്രായ ജനകരാജാമനോഹരായ മാമകാഭീഷ്ടദായ മഹിതമംഗളം. മഹിതമംഗളം മഹിതമംഗളം. സമർപ്പണ മന്ത്രം. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശാന്തിമന്ത്രം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. അധ്യാത്മരാമായണത്തിൽ അടുത്ത ഭാഗം അയോധ്യാകാന്ഡത്തിലെ വനയാത്ര വരികൾ സഹിതം തുടരും നാളെ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും അധ്യാത്മ രാമായണവും ശ്രീമദ് ഭാഗവതവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. ഇതുവരെയും ഭാഗവതമോ രാമായണമോ വായിച്ചിട്ടില്ലാത്തവർക്കും ഈ വരികൾ നോക്കി പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഭംഗിയായി വായിക്കാൻ സാധിക്കുന്നതാണ്. നമസ്തേ.